ഹലോ ഗൈസ്, നമ്മളൊരു യാത്ര പോവാണേ. ഈ അമ്മ എന്നെ ഉറങ്ങാനും സമ്മതിച്ചില്ല ഗൈസ്. അച്ഛനും അമ്മയും ഞാനും അമ്മൂമ്മയും ഒക്കെയാണേ പോകുന്നേ. ഞാൻ ഫുള്ള് ഉറക്കമായിരുന്നു. ഉണർന്നിട്ട് എൻ്റെ വക ഒരു പാട്ടുണ്ടായിരുന്നു. ഈ അമ്പലം ഏതാണെന്ന് മനസ്സിലായോ? വടക്കുംനാഥന. ഇനി ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറയാവേ. നമ്മൾ കോഴിക്കോട് പോവാ. അവിടെ രാമകൃഷ്ണ മിഷൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ സെലിബ്രേഷൻ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചേക്കുക. ഇതാണ് നരസിംഹസ്വാമി. സ്വാമി എൻ്റെ വീഡിയോസ് എല്ലാം കാണും. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ എന്നെ അവിടെ ക്ഷണിച്ചേ. സ്വാമിയും ടീച്ചർമാരും നമ്മളെ കാണാൻ ഹോട്ടലിൽ വന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും ചേർന്ന് കോഴിക്കോട് കറങ്ങാൻ പോയി. നമ്മൾ ബീച്ചിൽ പോയി ഫലൂഡ കഴിക്കാൻ പോയി. എൻ്റെ കുറേ ഫാൻസിനെയും കണ്ടു. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പാരഗൈയിൽ പോയേ. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു ഹോട്ടലിൽ പോയി. നാളെയാണ് ചിൽഡ്രൻസ് ഡേയുടെ പ്രോഗ്രാം. ഇതാണ് ആശ്രമം. ആശ്രമത്തിൽ മൊത്തം മരങ്ങളും ചെടികളുമാ. കണ്ടു, ഒരു വലിയ മരം കണ്ടോ? ഞാനതിൽ പിടിച്ചൊക്കെ തൂങ്ങുമായിരുന്നു. നല്ല രസം ആശ്രമം കാണാൻ. ആശ്രമത്തോടെ ചേർന്ന സ്കൂള്. നമ്മളെല്ലാം അവിടെ നടന്നു കണ്ടിട്ട് നമ്മൾ സ്കൂളിൽ പോയി. വൈകിട്ട് 4 മണിക്കായിരുന്നു പ്രോഗ്രാം. കൂട്ടുകാരുടെ പരിപാടിക്ക് രാവിലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആനുവൽ ഡേ പ്രോഗ്രാമിന് പോയി. കൂട്ടുകാരും അവരുടെ പേരൻസും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. എനിക്ക് നല്ല അടിപൊളി വെൽക്കമാണ് തന്നത്. ഇന്നത്തെ ഡേ ആനുവൽ ഡേ മാത്രമല്ലല്ലോ, ഇന്ന് ചിൽഡ്രൻസ് ഡേ കൂടെ അല്ലേ. അങ്ങനെ എല്ലാവരും ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് സംസാരിച്ചു. ഞാനും സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പറയാമോ? എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്ന് എന്ത് ദിവസമാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ചിൽഡ്രൻസ് ഡേ. ഇന്ന് കുട്ടികളുടെ ദിനമാണ്. ഇന്ന് നമ്മളുടെ ദിനമാണ് ചിൽഡ്രൻസ് ഡേ. ചാച്ചാച്ചി പറഞ്ഞിട്ടില്ലേ, കുട്ടികളാണ് നാടിന്റെ ഫ്യൂച്ചർ എന്ന്. ഇവിടെ ക്ഷണിച്ച സ്വാമിക്കും ടീച്ചേഴ്സിനും പിന്നീട് എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഇനിയും എൻ്റെ വീഡിയോസ് കാണണം, ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾക്കൊരു നന്ദി പറയുന്നു. ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ പാടോ? നാടിൻ മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും മുന്നായവനെ കാലം കാത്തു വെച്ച രക്ഷകനെ സിംഹരകനെ ഞങ്ങൾ കാണാനായി വന്നവനെ. ആയ്മ മാറിപ്പോയി എണ്ണം വന്നാൽ കുമ്പിട്ടുള്ളിൽ ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാവരും ചൊല്ലും ഇവനെ തുറവാദം എല്ലും ചില തിരക്ക് കാലം എടുത്തു വെച്ച സ്വർഗം പോലെ അണ്ണം വെല്ല് ഇല്ലുമിനാറ്റി അണ്ണൻ തരുന്നാളെ കൊലമല്ലോ മിനാറ്റി. എന്നിട്ട് കുറച്ച് കൂട്ടുകാരൊക്കെ വന്ന് എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ സ്റ്റേജിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പാടാലോ? നീല നിലവേ നിലവിനഴകെ താരമരികെ വിരിയും ചിരിയെ പാടി ഉയരാൻ ചിറകിനലയാൻ തോന്നലുണരും മനസ്സിൻ വെറുതെ താനെ മാറിയ ലോകവും മിന്നിയെന്നിലാകെ 100 പൊന്നിലാവും മിന്നിതാ മിന്നിയെന്നിലാകെ നീ തുവൽ പോലെ കാറ്റിൻ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനെ. സ്വാമി എൻ്റെ കൂടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പിന്നീട് ലൈവായിട്ട് കുറച്ച് റീൽ ചെയ്തു. കയ്യും കാലും ഉണ്ടോ? വിരലുകളുണ്ടോ? കയ്യുണ്ടോ? ഇത്തിരിയെങ്കിലും ഒരു 4 അരിയെങ്കിലും ഉണ്ടോ? ഒരു കഞ്ഞി വെച്ച് കുടിക്കും. എൻ്റെ അടുത്ത് ഇറക്കാൻ വന്നു.
ആളുള്ളതെന്ന് പറഞ്ഞാൽ ഞാനാ പണിക്ക് പോകും. ഞാൻ പണിക്ക് പോകത്തില്ല. പിന്നെ ഞാൻ അമ്മയെ കൊണ്ട് പണിക്ക് പോയിട്ട് കാര്യം. അമ്മയ്ക്ക് എന്താ പണി? അമ്മ പാറക്കട കല്ല് വെക്കുക. അമ്മയുടെ നല്ലതായിട്ട് വന്നു അമ്മയുടെ തങ്ങ് പോകാൻ വിളിക്കുന്ന കാണാൻ. അപ്പൊ നീ എന്ത് ചെയ്യും? ഞാനത് വീഡിയോ എടുത്തിട്ട് റീൽ തണ്ടാനത്താനോ താനാ തണ്ടാനോ തണ്ടാനത്താനോ തണ്ടാനത്താനോ തണ്ടാ തണ്ടാനോ. അപ്പൊ അച്ഛൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ തണ്ടാ തണ്ടാനോ. ആ കളിയോ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സി. യെസ് ഐ എം ഈസി. അന്നെന്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്നിതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടി എന്നാ ഉദ്ദേശിച്ചത്. എന്താ ഞാൻ പറഞ്ഞു എന്ത് പറ്റി? എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ യു ഡി സി എന്ന് വിളിക്കല്ലെന്ന്. അത്രേ ഉള്ളൂ. എല്ലാവരും UDC അങ്ങനെയല്ലേ വിളിക്കുന്നത്? എല്ലാരെയും പോലാണോ ബാലേട്ടനും? അത് കഴിഞ്ഞ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ജയിച്ച കൂട്ടുകാർക്ക് ട്രോഫിയും മെഡലൊക്കെ കൊടുത്തു. ആർട്സിനും സ്പോർട്സിനും ജയിച്ച കൂട്ടുകാരാ അവിടുത്തെ പ്രോഗ്രാം എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ സ്വാമിയുടെ കൂടെ കുറേ നേരം കാര്യം പറഞ്ഞു. പിന്നെ എല്ലാവരുടെയും കൂടെ നമ്മൾ ഫോട്ടോ എടുത്തു. ടീച്ചർമാരുടെ എടുത്തു, പിന്നെ കൂട്ടുകാരുടെ കൂടെ എടുത്തു. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ആനുവൽ ഡേ ആഘോഷിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. എന്നെ ഇവിടെ ക്ഷണിച്ച സ്വാമിക്കും മറ്റെല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ see you.